ഇവിടെ RSSനെ പീഡിപ്പിക്കുന്ന RSS അജണ്ട അംഗീകരിച്ചുകൊണ്ട് പോകുന്ന പല നടപടികളും വരികയാണ്. അതിലൊന്നാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് എല്ലാ മേഖലയും സ്വകാര്യവൽക്കരിക്കാനാണ് നീക്കം. കാർഷിക രംഗം പോലും കോർപ്പറേറ്റുകളെ ഏൽപ്പിക്കാനാണ് നീക്കം. പല ഭാഗങ്ങളും കോർപ്പറേറ്റുകളെ ഏൽപ്പിച്ചു കഴിഞ്ഞു. പൊതുമേഖല ആ മേഖലയെ വലിയ തോതിൽ സ്വകാര്യവൽക്കരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ്. നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ്റും സ്വകാര്യവൽക്കരണത്തിന് വലിയ പ്രാധാന്യമാണ് കൊടുക്കുന്നത്. ഇവിടെ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ നമ്മുടെ ഇടുക്കി നേരിടുന്നത് മാത്രമല്ല, കേരളമാകെ നേരിടുന്നതാണ്. ഇടുക്കി സവിശേഷമായി നേരിടുന്നതെന്ന് പറയാം ESA പ്രശ്നം. ആ പ്രശ്നം ഇപ്പോൾ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ആ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ ചിലർ LDFനെ കുറ്റപ്പെടുത്താൻ ചിലർക്ക് വലിയ വാസനയാണല്ലോ. നിലവിലുള്ള യാഥാർത്ഥ്യം ആളുകളുടെ കൺമുന്നിലുണ്ടെങ്കിലും അത് മറച്ചുവെച്ച് പ്രചരിപ്പിക്കാനാണല്ലോ പലർക്കും താല്പര്യം. ഇപ്പോൾ കണ്ടില്ലേ, കഴിഞ്ഞ ദിവസം നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലൊരു പരിപാടി നടന്നല്ലോ. ആ പരിപാടി നേരത്തെ LDF ഗവൺമെൻറ് തുടങ്ങി വെച്ച പദ്ധതിയുടെ ഭാഗമായി തുടർപ്രവർത്തനത്തിലൂടെ വന്ന കാര്യമാണ്. മറ്റ് 2.5 മാസം കഴിയുമ്പോഴേക്ക് വലിയ അത്ഭുതങ്ങളൊന്നും ആ രംഗത്ത് കാണിക്കാൻ UDF ഗവൺമെൻറ് കഴിയില്ല. അപ്പോൾ LDF ചെയ്തു വെച്ച കാര്യങ്ങൾ ഇപ്പോൾ പ്രാവർത്തികമാകുന്നു. പക്ഷേ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി അവിടെ വെച്ച് പരസ്യമായി പറയുകയാണ്, കഴിഞ്ഞ 10 വർഷം ദുർവ്യയമായിപ്പോയി, അല്ലെങ്കിൽ വിഴിഞ്ഞം എവിടെ എത്തേണ്ടതായിരുന്നു. വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ വേഗത കുറഞ്ഞത് കഴിഞ്ഞ 10 വർഷത്തെ ഭരണം കൊണ്ടാണ്. എങ്ങനെയുണ്ട്? ഇതേ ആളാണ് ഈ വിഴിഞ്ഞം പദ്ധതി നടപ്പാക്കുന്നതിനെതിരെ സംസാരിച്ചിരുന്നത്. ഇവിടെ അത് നടപ്പാക്കാൻ വിടില്ല എന്നതായിരുന്നു കോൺഗ്രസിൻ്റെ നിലപാട്. പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു. ഇദ്ദേഹവും പരസ്യമായി പ്രഖ്യാപിച്ച കാര്യങ്ങളുണ്ട്. അന്നത്തെ എല്ലാ കാര്യങ്ങൾക്കും, വിഴിഞ്ഞം പദ്ധതി തുരങ്കം വെക്കുന്നതിനുള്ള എല്ലാ നടപടികൾക്കും പിന്തുണ കൊടുത്തയാളാണ് പുള്ളിക്കാരൻ. LDF ഗവൺമെൻറ് ആ പദ്ധതി നടപ്പാക്കാൻ വേണ്ടി സ്വീകരിച്ച നിലപാട്, അത് കാരണമാണ് ആ പദ്ധതി പ്രാവർത്തികമായത്. പദ്ധതി പ്രാവർത്തികമാക്കുക മാത്രമല്ല, നേരത്തെ ഒപ്പിട്ട കരാറനുസരിച്ച് വർഷങ്ങൾ പിന്നിട്ടതിന് ശേഷം മാത്രമേ ഈ പദ്ധതിയുടെ അവസാന ഭാഗം പൂർത്തിയാകൂ. അതിനുശേഷമേ സംസ്ഥാന സർക്കാരിന് എന്തെങ്കിലും തുച്ഛമായ വരുമാനം കിട്ടും. അതിലെല്ലാം മാറ്റം വരുത്താൻ കഴിഞ്ഞു. അതോടൊപ്പം അതിൻ്റെ വികസനത്തിനാവശ്യമായ എല്ലാ മേഖലയിലും കാര്യങ്ങൾ നടന്നു. ഇതൊക്കെ നാടിനാകെ അറിയാവുന്ന കാര്യമാണല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. പക്ഷെ എല്ലാവർക്കും അറിയാവുന്ന അത്തരം വിഷയത്തിൽ പോലും മുഖ്യമന്ത്രിയെപ്പോലൊരാൾ, മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ അദ്ദേഹമാണല്ലോ സംസ്ഥാനത്തിൻ്റെ ആധികാരിക വക്താവ്, അത് മുഴുവൻ വസ്തുതാപരമായിരിക്കണ്ടേ. വസ്തുതാപരമല്ലാത്ത കാര്യങ്ങൾ പറയുന്ന ഒരു നിലയുണ്ടാകാമോ? അതല്ലേ ഉണ്ടായത്. എല്ലാവരുടെയും മുന്നിൽ അതിൻ്റെ ഭാഗമായി അദ്ദേഹം തന്നെ പരിഹാസ്യനാവുകയല്ലേ. അതാണ് കാലം. അപ്പോൾ അങ്ങനെയൊരു കാലമായതുകൊണ്ട് ചിലർക്ക് LDFനെ എതിർത്തുകൊണ്ട് പറയാൻ പറ്റുകയാണ്, ഇവിടെ LDF സർക്കാർ ഇക്കാര്യത്തിൽ ഒന്നും ചെയ്തില്ല എന്നത്. അത് നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മയില്ലാത്തതുകൊണ്ടോ ചരിത്രബോധം ഇല്ലാത്തതുകൊണ്ടോ ഒക്കെ സംഭവിക്കുന്ന ഒന്നായിട്ട് മാത്രമേ കാണാൻ പറ്റൂ.